പ്രിയപ്പെട്ട അധ്യക്ഷൻ OSIയുടെ പ്രഗത്ഭനായ പ്രസിഡന്റ്, നമ്മുടെ എല്ലാവരുടെയും ആവേശമായ യഹിയ തളങ്കര, കാസർഗോഡ് നഗരസഭയുടെ വൈസ് ചെയർമാൻ ശ്രീ KM അനീഫ്, സ്വാഗതം ആശംസിച്ച TA ഷാഫി, പ്രിയപ്പെട്ട MP ഷാഫി ഹാജി, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രഗത്ഭനായ പ്രസിഡന്റ്, നമ്മുടെ നാടിൻ്റെ അഭിമാനമായ നിസാർ തളങ്കര, മറ്റൊരു അതിഥിയുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരുപാട് വേദികളിൽ ഈ അടുത്ത കാലത്തായി പങ്കിട്ടു. അപ്പോൾ അത് എൻ്റെ ഭാഗ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. പ്രിയപ്പെട്ട ഉണ്ണിരാജ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടമായിട്ടുള്ള മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, കാസർഗോഡ് തളങ്കര മുസ്ലിം ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമത്തിൽ നിങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കുമ്പോൾ അപ്പോൾ അത് വല്ലാത്ത നൊസ്റ്റാൾജിയാണ് എന്ന് ഞാൻ പറയാത്തതിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കുറേ പഴയകാല അനുഭവങ്ങൾ പെറുക്കിയെടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ 5ാം ക്ലാസ് മുതലാണ് ഈ സ്കൂളിൽ പഠിച്ചത്. നെല്ലിക്കുന്ന് നിന്ന് 4ാം ക്ലാസ് പാസ്സായി 5ാം ക്ലാസ്സിലേക്ക് വന്നപ്പോൾ എൻ്റെ ഓർമ്മ എന്നെ ചതിക്കുന്നില്ല എങ്കിൽ 5ാം ക്ലാസ്സിലെ ഞങ്ങളുടെ ക്ലാസ് അധ്യാപകൻ പത്മനാഭൻ മാഷ് എന്ന ഒരു അധ്യാപകനായിരുന്നു. അപ്പോൾ അദ്ദേഹം ക്ലാസ്സിൽ വരുമ്പോൾ അദ്ദേഹത്തിന് ഞങ്ങൾ നല്ലൊരു സമ്മാനം എപ്പോഴും കരുതി വെക്കും, മലയാള മനോരമ ആഴ്ചപ്പതിപ്പ്. ആ മലയാള മനോരമ ആഴ്ചപ്പതിപ്പ് അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് വെച്ചാൽ അദ്ദേഹം ആ പീരീഡ് മുഴുവനും മനോരമ ആഴ്ചപ്പതിപ്പ് വായിക്കും, പിന്നെ ക്ലാസ് എടുക്കില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ ഏറെ സന്തോഷമാണ്. അപ്പോൾ നല്ലൊരു അധ്യാപകനായിരുന്നു. പിന്നെ മൊയ്തി മാഷ് എന്നെ മാത്രമല്ല ഈ വേദിയിലും സദസ്സിലും ഉള്ള പല ആളുകളെയും പഠിപ്പിച്ച മാഷായിരിക്കും. ആൽജിബ്രയുടെ ഒരു അഗ്രഗണ്യനാണ് അദ്ദേഹം. മൊയ്തി മാഷ് കണക്കിൽ അഗ്രഗണ്യനാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പിന്നെ ഗോവിന്ദ മാഷുണ്ട്, നമ്മുടെ ക്രാഫ്റ്റ് മാഷ് നല്ല ഒരു കയ്യെഴുത്തിൻ്റെ ഉടമയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യെഴുത്ത് വളരെ മനോഹരമായിരുന്നു. അന്ന് ഈ മുസ്ലിം ഹൈസ്കൂളിൽ KM അഹമ്മദൊക്കെ പഠിക്കുമ്പോൾ ഭാവന എന്ന കയ്യെഴുത്ത് മാസിക ഉണ്ടായിരുന്നു. അതിൻ്റെ ഉപജ്ഞാതാവ് നമ്മുടെ ഗോവിന്ദ മാഷായിരുന്നു. അതുപോലെ തന്നെ ലക്ഷ്മണ മാഷ്, നമുക്കെല്ലാവർക്കും ഹിന്ദി പഠിപ്പിച്ച മാഷ്. ആ മാഷ് ഇങ്ങനെ ഹിന്ദിയിൽ ചോദ്യം ചോദിക്കും, ഉത്തരം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതേ ഇങ്ങനെ കയ്യും കെട്ടിയാണ് നിൽക്കാറുള്ളത്. പെട്ടെന്ന് അദ്ദേഹം ഉത്തരം നമുക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ മുഖത്തേക്ക് ഒരു അടിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടി കൊണ്ടതുകൊണ്ടാണ് ബോംബെയിലും ഗൾഫിലും ഒന്ന് പോകുന്നതിന് മുമ്പ് എന്നെപ്പോലെയുള്ള ആളുകൾക്ക് ഹിന്ദി പഠിക്കാൻ കഴിഞ്ഞത് എന്നതുകൂടി ഞാനിവിടെ സ്മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. മുകുന്ദൻ മാഷ് നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാകുമെന്ന് കരുതുന്നു. മുകുന്ദൻ മാഷ് എന്നെയും പ്രിയപ്പെട്ട യഹിയ തളങ്കരയെയും ഇംഗ്ലീഷ് പഠിപ്പിച്ച മാഷാണ്. അദ്ദേഹം നമ്മുടെ ചാൾസ് ഡിക്കൻസിൻ്റെ ഒരു പുസ്തകം ഞങ്ങൾക്ക് എപ്പോഴും പഠിപ്പിക്കുമായിരുന്നു. ആ ചാൾസ് ഡിക്കൻസിൻ്റെ ആ പുസ്തകത്തിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ മുകുന്ദൻ മാഷിയുടെ വാചകങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ആ കഥാപാത്രം ഇങ്ങനെ ആ നോവലിൽ ഇങ്ങനെ കൊല ചെയ്യപ്പെടുന്ന രംഗമുണ്ട്. അപ്പോൾ മുകുന്ദൻ മാഷ് അത് വിവരിക്കാറുള്ളത്, നാൻസി എന്നായിരുന്നു ആ കഥാപാത്രത്തിൻ്റെ പേര്. നാൻസി വാസ് മർഡേഡ്, ഇറ്റ് വാസ് എ ടെറിബിൾ ആൻഡ് ഹൊറിബിൾ മർഡർ എന്ന് മുകുന്ദൻ മാഷ് പറയുമായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു മാഷാണ് ജോൺ മാഷ്, നമ്മെല്ലാവരെയും സയൻസ് പഠിപ്പിച്ച അധ്യാപകൻ. അഹമ്മദ് മാഷ് ഉണ്ടായിരുന്നു. CID എന്നായിരുന്നു അദ്ദേഹത്തെ വിളിക്കാറുള്ളത്. CID എന്നായിരുന്നു അദ്ദേഹത്തെ വിളിക്കാറുണ്ടായിരുന്നത്. അതുപോലെ തന്നെ BK മാഷ്,
ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത മാഷ് ഞങ്ങളുടെ ക്ലാസ് അധ്യാപകനായിരുന്നു. BK മാഷ് ഈ സ്കൂളിലെ NCC ഓഫീസറായിരുന്നു. അദ്ദേഹം പ്രിയപ്പെട്ട തലങ്കരയുടെ ബന്ധു കൂടിയാണ് BK മാഷ്. അദ്ദേഹം നെല്ലിക്കുന്നിൽ ഇങ്ങനെ സൈക്കിൾ ചവിട്ടിയാണ് അന്ന് ഈ സ്കൂളിലേക്ക് വന്നിരുന്നത്. അപ്പോൾ BK മാഷ് റംസാനിൽ പോലും കുട്ടികൾക്ക് ഒരു 30 ദിവസം മുഴുവനും സ്പെഷ്യൽ ക്ലാസ് എടുത്ത അത്രമാത്രം ഇങ്ങനെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ താല്പര്യമുള്ള ഒരു മാഷായിരുന്നു BK മാഷ് എന്നതുകൂടി ഞാനിവിടെ സ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. അസം മാഷ്, അതുപോലെ തന്നെ TA കുഞ്ഞഹമ്മദ് മാഷ്, അങ്ങനെ ഒരുപാട് അധ്യാപകന്മാരെ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. ഞാൻ ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം, മുസ്ലിം ഹൈസ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സമരം അന്ന് നടക്കുകയുണ്ടായി. അതിൻ്റെ പേര് ക്രിസ്മസ് സമരം എന്നായിരുന്നു. ക്രിസ്മസിന് അവധി നൽകാൻ അന്നത്തെ ഹെഡ് മാസ്റ്റർ കൂട്ടാക്കാതിരുന്നപ്പോൾ ഈ സ്കൂളിലെ കുട്ടികൾ സമരം ചെയ്തു. അങ്ങനെ കുറേ ദിവസങ്ങൾ നീണ്ടുനിന്ന സമരമായിരുന്നു. KS അബ്ദുല്ല സാഹിബിനെ പോലെയുള്ള ആളുകൾ ഇടപെട്ടു. മുസ്ലിം ഹൈസ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി നടന്ന ഒരു സമരമായിരുന്നു അത്. അപ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ട്. ആ ഓർമ്മകൾ അയവിറക്കി ഞാൻ നിങ്ങളുടെ സമയം അപഹരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ട ഷാഫി അദ്ദേഹത്തിൻ്റെ സ്വാഗത പ്രസംഗത്തിൽ ഞാൻ MLA ആയതിനു ശേഷം ഈ സ്കൂളിനെ അനുവദിച്ച മനോഹരമായ കെട്ടിടത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ സർക്കാരിൻ്റെ ഇന്നത്തെ ഈ പിണറായി സർക്കാരിൻ്റെ ആദ്യത്തെ ടേമിൽ അന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ രവീന്ദ്രനാഥ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഓരോ MLAക്കും അവരവരുടെ മണ്ഡലത്തിൽ 5 കോടി രൂപയുടെ കെട്ടിടം അവർ നിർദ്ദേശിക്കുന്ന സ്കൂളിൽ പണിയാൻ വേണ്ടിയിട്ടുള്ള ഒരു GO പുറത്തിറങ്ങിയത്. അപ്പോൾ കാസർഗോഡ് മണ്ഡലത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ സ്കൂളിൽ മാത്രമല്ല ഉള്ളത്, ഒരുപാട് ഹൈസ്കൂളുകളുണ്ട്, ഒരുപാട് ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്, ഒരുപാട് UP സ്കൂളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ തിരഞ്ഞെടുത്തത് ഈ സ്കൂളിനെയാണ്. ഈ സ്കൂളിൻ്റെ പേര് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഈ സ്കൂളിൻ്റെ പേര് നിങ്ങൾ നൽകാൻ എന്താണ് കാരണമെന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ കാസർഗോഡ് മണ്ഡലത്തിലെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ലിസ്റ്റിൽ ആ സ്കൂളിൽ ഏതൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളുണ്ട് എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത സ്കൂളുകളും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ പഠിച്ച സ്കൂളാണ് ഇത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ചോദ്യം പിൻവലിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളിന് ഈ 5 കോടി രൂപ എൻ്റെ RC വികസന ഫണ്ടിൽ നിന്ന് നൽകാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഈ കൂവലിൻ്റെ അർത്ഥം എന്ത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ OSIയുടെ ഈ പോലീസ് ഇത്രയും ഭംഗിയായി സംഘടിപ്പിച്ച പ്രിയപ്പെട്ട യഹിയ തളങ്കരയുടെയും അതുപോലെ തന്നെ നമ്മുടെ വനിതാ വിങ്ങിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയെ ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് മുസ്ലിം ഹൈസ്കൂളിൻ്റെ പേര് ഇനിയും നമുക്ക് ഉയരത്തിലെത്തിക്കണം. അതിന് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ പൊൽസ് സമാപന സമ്മേളനം വളരെ അഭിമാനത്തോടെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.